ഹലോ ഗേസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കോഴിക്കോട്ടുകാരൻ ഫൈസൽ. ഇന്ന് നമ്മൾ പുതിയ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ദോഹയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ വക്രയിൽ ഉള്ള ഒരു സൂ ആണ്. ഖത്തറിലെ അൽ വക്രയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് വക്ര മിനി സൂ. കുടുംബങ്ങൾക്കും പക്ഷി മൃഗാദികളെ ഇഷ്ടപ്പെടുന്നവർക്കും ഏറെ അസാധ്യകരമായ ഒരു മൃഗശാല. ഇതിന്റെ ഡിസൈനും ആർക്കിടെക്ചറും ഭംഗിയും ഒക്കെ പറയുകയാണെങ്കിൽ ചില ഏരിയ കേരളത്തിലെ പഴയ തറവാട് വീടുകളെ പോലെ തോന്നും. ചില ഏരിയ യൂറോപ്പിനെയോ പാരീസിനെയോ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഡിസൈൻ. ജീവജാലങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മനോഹരമായി ഒരുക്കിയ ഈ ചെറിയ മൃഗശാലയിൽ വിവിധ ജീവികളെ അടുത്തു നിന്ന് കാണാനും അവസരമൊരുക്കിയിരിക്കുന്നു. വിവിധ നിറങ്ങളുള്ള വിദേശ പക്ഷികള്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആടുകള്, ഖത്തറിന്റെ ദേശീയ മൃഗമായ അറേബ്യൻ ഒറക്സ്, വിവിധ തരം മീനുകള്, ഒട്ടകങ്ങൾ, കുതിരകള്, പശുക്കള്, മയിലുകള്, താറാവുകൾ, അങ്ങനെ പോകുന്നു ഈ ഇവിടത്തെ ജീവജാലങ്ങൾ. ഇവയെല്ലാം തന്നെ മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്നു. കുട്ടികൾക്ക് വിവിധ ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനോടൊപ്പം രസിച്ച് സമയം ചെലവഴിക്കാനും ഇതൊരു അനുയോജ്യമായ സ്ഥലമാണ്. സിറ്റിയിലെ തിരക്കിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കാൻ എന്തുകൊണ്ടും യോജിച്ചതാണ് പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഈ സ്ഥലം. മൃഗശാലയുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ കുടുംബ ഫോട്ടോകൾ എടുക്കാനും പിക്നിക് ഏരിയകളിൽ ഇരുന്ന് ഭക്ഷണം ആസ്വദിക്കാനും അവസരമുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലൊക്കെ വന്ന് കാണേണ്ട സ്ഥലമാണ്. വക്ര മിനി സൂം ഒരു വേറിട്ട അനുഭവമാണ്. പഠനവും വിനോദവും ഒരുമിച്ചുള്ള ഒരു യാത്ര. ഖത്തറിലെ തീർച്ചയായും സന്ദർശിക്കേണ്ട ഇടങ്ങളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു. ഇതിനെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലേക്കുള്ള എൻട്രി തികച്ചും സൗജന്യം. നമ്മള് വേറെ ലവ് ബേർഡ്സ് സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ലവ് ബേർഡ്സിന്റെ ഒരു ഏരിയ ആണിത് മൊത്തം. ഞാൻ എന്തുകൊണ്ട് നേരത്തെ ഇവിടെ എത്തിയില്ലല്ലോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു ഡൗട്ട്. ഏതായാലും നല്ല രസമുള്ള സ്ഥലമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാം ഹൗസും സൂ ആണിത്. ഓക്കെ, कर ये